വെൽക്കം ബാക്ക് ടു ഷെറാഷ് ക്രിയേഷൻസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത് നിങ്ങൾക്ക് കോളിഫ്ലവർ ഒക്കെ കാണുന്നുണ്ടല്ലേ. കോളിഫ്ലവർ വെച്ചിട്ട് ഒരു അടിപൊളി റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. കോളിഫ്ലവർ ഫ്രൈ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മൾ സാധാരണ നിങ്ങൾക്ക് സ്നാക്സിന് കഴിക്കാം, ചോറിന്റെ കൂടെ കഴിക്കാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു കോളിഫ്ലവർ ഫ്രൈ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ എങ്ങനെയാണ് ചെയ്യേണ്ടത് നമുക്ക് കണ്ടു നോക്കാം. സോ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് ഹിറ്റ് ദ ബെൽ ഐക്കൺ ഫോർ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ്. അപ്പൊ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് നമുക്ക് കണ്ടു നോക്കാം. അപ്പൊ ആദ്യമായിട്ട് തന്നെ ഞാനിവിടെ അടുപ്പത്ത് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. ഈ വെള്ളം നല്ലോണം വരാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ലോണം തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇപ്പൊ നമുക്ക് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഇതേ നമ്മളിവിടെ കുറച്ച് മഞ്ഞൾ, 1 ടീസ്പൂണോളം മഞ്ഞളും കുറച്ച് ഉപ്പും, ആവശ്യത്തിന് ഉപ്പ്, നമ്മുടെ കോളിഫ്ലവറിന്റെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ടാണ് നമ്മളിവിടെ ഉപ്പ് എടുക്കുന്നത്. ഇത് രണ്ടും നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ മഞ്ഞൾ നമ്മളിതിൽ ആഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ല ജേംസോ, വല്ല കോളിഫ്ലവർ നമ്മളിതിലേക്ക് ഇടുമ്പോഴേ അതിൽ വല്ല ജേംസോ അല്ലെങ്കിൽ വല്ല മരുന്നോ എന്തെങ്കിലുമൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് ഡിസിൻഫെക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇത് ഈ തിളച്ച് വരുന്ന വെള്ളത്തിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന കോളിഫ്ലവർ ഇല്ലേ, അത് നമ്മൾ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പൊ ഇത് നമ്മൾ ഫുൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഒരു 2-3 മിനിറ്റ് നമ്മൾ നല്ലോണം വെള്ളത്തില് അത് തിളപ്പിച്ചതിന് ശേഷം ഈ ഒരു യെല്ലോയിഷ് കളർ ആവുന്ന സമയത്ത് നമ്മളിത് വെള്ളമെല്ലാം ഡ്രെയിൻ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് നമ്മളൊരു മിക്സറിന്റെ ജാറിൽ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. അപ്പൊ ഇത് നല്ലോണം പേസ്റ്റ് ആയി വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പാത്രത്തിലേക്ക് ആദ്യം നമ്മൾ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്ന ആ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് കടലമാവാണ് ഇടുന്നത്. നിങ്ങളുടെ കോളിഫ്ലവറിന് അനുസരിച്ചിട്ടുള്ള കടലമാവ് ഇടണം. അപ്പൊ ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ കടലമാവാണ് ഇട്ടിരിക്കുന്നത്. അപ്പൊ ഇതിന് നമ്മൾ നേരത്തെ ഇട്ട പോലെ ഒരു 2-3 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ഇടുന്നത് കേട്ടോ. അപ്പൊ ഇത് 1 സ്പൂൺ റവയാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. ഇത് ഈ നമ്മുടെ കോളിഫ്ലവർ എല്ലാം വറുത്ത് വരുമ്പോൾ നല്ല ക്രഞ്ചി ആൻഡ് ക്രിസ്പി ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റവ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. അപ്പൊ ഇത് 3ഉം കൂടി നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പൊ ഇനി നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ ആണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. 3 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇനി നമ്മൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ആവശ്യത്തിന് ഉപ്പാണ് ആഡ് ചെയ്തിട്ടുള്ളത്. നേരത്തെ നമ്മുടെ കോളിഫ്ലവർ തിളപ്പിക്കുന്ന നേരത്തെ നമ്മൾ ഉപ്പിട്ടതായിരുന്നു. പക്ഷെ നമ്മൾ ഇനി മസാലയിലേക്കാണ് നമ്മൾ ഈ ഉപ്പ് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് നല്ലോണം ഈ ചേരുവകളെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇനി നമ്മൾ ഇതിലേക്ക് 2 ടീസ്പൂൺ സോയാ സോസ് ആണ് ഒഴിച്ചിരിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ 2 ടീസ്പൂൺ ടൊമാറ്റോ സോസ് ആണ് ഒഴിച്ചിരിക്കുന്നത്. ഇനി ഇത് രണ്ടും കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ടിരിക്കുന്നത്. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ലോണം കൈ വെച്ച് മിക്സ് ചെയ്യാം കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം നമ്മൾ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാൻ. അപ്പൊ ഇത് നമ്മൾ നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വന്നിട്ടുള്ളത്. ഒരു മാവ് പരുവത്തിലാണ് ഇപ്പൊ ഇതുള്ളത്. നല്ലോണം ഇളക്കി ഇതേ ഇപ്പൊ നമ്മൾ ഇതിലേക്ക് നമ്മുടെ കോളിഫ്ലവർ വെച്ചിരിക്കുന്ന എല്ലാം മുക്കിയിട്ടാണ് വറക്കാൻ പോകുന്നത്. അപ്പൊ ആ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം കിട്ടേണ്ടത്. അപ്പൊ ഇനി നല്ലോണം ഇത് കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ടോ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ നമ്മുടെ കോളിഫ്ലവർ എല്ലാം നല്ലോണം ആ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് ഓരോന്നായിട്ട് എടുത്ത് വറക്കാൻ പോവാണ്. അപ്പൊ ഇത് നമ്മൾ ഡീപ് ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇത് ഒരു പാത്രത്തില് നോൺ സ്റ്റിക്ക് പാത്രമാണ് എടുത്തിരിക്കുന്നത്. അതിൽ നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഈ കോളിഫ്ലവേഴ്സ് ഓരോന്നായിട്ട് ഇട്ടിട്ട് നമ്മൾ നല്ലോണം ഒന്ന് ഡീപ് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. നമ്മുടെ ഒരു ട്രിപ്പ് കോളിഫ്ലവർ നല്ലോണം ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്കൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പൊ നമ്മുടെ കോളിഫ്ലവർ എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കോളിഫ്ലവർ ഫ്രൈ ആയിരുന്നു ഇന്നത്തെ സ്പെഷ്യൽ.
അപ്പൊ ഇത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഭംഗിയായി വന്നിട്ടുണ്ട്. ഞാൻ ഇതിന്റെ മുകളിൽ കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ മുളകും കൂടിയിട്ട് നല്ലോണം ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇത് സോസ് മുക്കി കഴിച്ചാലുണ്ടല്ലോ അത്ര തന്നെ ടേസ്റ്റി കേട്ടോ. നിങ്ങൾ സ്നാക്സ് ആയിട്ടൊക്കെ ഇത് കൊണ്ടുവന്ന് വെക്കുകയാണെങ്കിൽ മിനിറ്റുകൾക്കുള്ളിൽ പാത്രം കാലിയാവുന്ന പോലത്തെ ഒരു റെസിപ്പിയാണിത്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പോൾ ഇതേ സോസ് മുക്കിയിട്ടൊക്കെ കഴിക്കുകയാണെങ്കിൽ സൂപ്പർ ആയിരിക്കും കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഇതുപോലെ നല്ല നല്ല റെസിപ്പീസിനായിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് ഹിറ്റ് ദ ബെൽ ഐക്കൺ ഫോർ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.